തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. സ്വന്തം കാര്യത്തെക്കുറിച്ച് പാർവതിക്ക് ചിന്തയില്ലായിരിക്കും, പക്ഷേ പാർവതിയുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചോ? ലക്ഷ്മിയുടെ കല്യാണം അടുക്കുകയല്ലേ? ഈ സമയത്ത് പാർവതി കുറച്ചുകൂടി സൂക്ഷിക്കല്ലേ വേണ്ടത്? ഇതുകൊണ്ട് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പാർവതിക്ക് അറിയില്ലേ? ഡോക്ടർ ഇക്കാര്യം പറഞ്ഞത് എനിക്ക് തല ചുറ്റാൻ തുടങ്ങി. ഡോക്ടർ, കൈലാഷ് സാറിനോട് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ശരി, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി തന്നെ ഇരിക്കട്ടെ. അതിനുശേഷമെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? ഇതിനെക്കുറിച്ച് ഞാൻ സാറിനോട് ഇങ്ങനെ പറയും. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് അറിയില്ലെന്നാണോ നീ കരുതിയത്? നിനക്കിനി അധിക കാലം ഒന്നും മറയ്ക്കാൻ പറ്റില്ല. ഡോക്ടറിനോട് എല്ലാം പറഞ്ഞു. അവര് പറയുന്നതൊന്നും കേൾക്കാതെ അവരെ ചീത്ത വിളിച്ചിട്ട് നീ ഇറങ്ങിപ്പോയില്ലേ? ആ അവസ്ഥയില് ഞാൻ അറിയാതെ പ്രതികരിച്ചു പോയി. എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് ഡോക്ടർ പറഞ്ഞ ഞാൻ വിശ്വസിക്കാത്തത്. അപ്പോ ഡോക്ടർ നടത്തിയ ടെസ്റ്റുകളും അവരുടെ കയ്യിലെ റിപ്പോർട്ടുകളെല്ലാം റോങ് ആണെന്നാണ് പാർവതി വിശ്വസിച്ചത്. ഇത്രയൊക്കെ നടന്നിട്ടും എന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്കാൻ പോലും പാർവതിക്ക് തോന്നിയില്ല. അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ പാർവതിയോട് ചെയ്തത്? സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ഞാനാ. ചുറ്റും നടക്കുന്ന എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരോട് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും പാർവതി ചെയ്ത തെറ്റ് തന്നെയാണ് പാർവതി. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പാർവതി സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് കരുതി പാർവതിയിൽ നിന്നും ഞാൻ ഒരുപാട് അകന്നു നിന്നു. അത് തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആ പ്രിയനാ. അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അയ്യോ സർ, പ്രിയൻചേട്ടന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. പ്രിയൻചേട്ടൻ പാവമാണ് സർ. അവനാണോ പാവം? നിന്റെ അവസ്ഥയ്ക്ക് അവനാ കാരണക്കാരൻ. എന്നിട്ടും നീ അവനെ ന്യായീകരിക്കണോ? സത്യായിട്ടും പ്രിയൻചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ ഇവിടെ നടക്കുന്നേ? എന്തിനാ ഇവിടെ ബഹളം വെക്കുന്നേ? സോറി ഡോക്ടർ. ഡോക്ടർ പറഞ്ഞെല്ലാം കേട്ടപ്പോ ഞാൻ കുറച്ച് കൂടുതൽ ടെൻഷനായി പോയി. ഡോക്ടർ എന്തിനാ കൈലാഷ് സാറിനോട് എല്ലാം പറഞ്ഞത്? ഞാൻ പാർവതി, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? നിന്റെ ആരോഗ്യം മര്യാദയ്ക്ക് നോക്കാത്തതുകൊണ്ടും ഫുഡ് നന്നായി കഴിക്കാത്തതുകൊണ്ടും ഉറക്കം ശരിയാവാത്തതുകൊണ്ടും ശരീരം ഒരുപാട് വീക്കായി. അതിന് നിന്നോട് 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡ്രിപ്പ് ഇടാൻ ഞാൻ പറഞ്ഞപ്പോ ഞങ്ങൾ നിന്റെ കാശ് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. അന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ ഇന്ന് തലയിറങ്ങി വീടില്ലായിരുന്നു എന്നാ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത്. നീ അഡ്മിറ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച പ്രിയൻ അതിനെ സമ്മതിക്കാൻ പാടുണ്ടോ? നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അഡ്മിറ്റ് ചെയ്യണ്ടേ? പാർവതിക്ക് ഇപ്പൊ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പാർവതിയുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? പാർവതിയുടെ ചേച്ചിയുടെ കല്യാണം നടക്കുമെന്ന് പാർവതിക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞതിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. പാർവതിക്ക് വേണ്ട മരുന്നുകളൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് താഴെ ഫാർമസിന്ന് വാങ്ങിക്കൊണ്ടുവരണം. ശരി ഡോക്ടർ. പാർവതിയെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പാർവതിയെ കെട്ടിയിട്ടിട്ടാണെങ്കിലും ഞാൻ അഡ്മിറ്റ് ചെയ്യും. അതൊന്നും വേണ്ട. ഷീസ് ഫൈൻ നൗ. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. നിങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നോളൂ. യെസ് ഡോക്ടർ. ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ തളരരുത് പാർവതി. ഈ പ്രായത്തില്
ചിലപ്പോ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിക്കാം. ഈ പ്രതിസന്ധിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് ചിന്തിക്കാം.